എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ പവൻസ് ഹാൻഡ്സ് ലിമിറ്റഡ് കമ്പനിയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. പവൻ ഹാൻഡ്സ് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഹെലികോപ്റ്റർ കമ്പനിയാണ്. ഈ കമ്പനിയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. ഇവിടേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പവൻസ് ഹാൻഡ്സ് ലിമിറ്റഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 30ഓളം പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. വിവിധ യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത്. ഈ ജോലിക്കൊക്കെ തന്നെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 6 ആണ്. പ്രധാനപ്പെട്ട ചില പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ വേക്കൻസിയും ഡീറ്റെയിൽസും ഒക്കെ തന്നെ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കലാണ്. വേക്കൻസി 1. ജോബ് ലൊക്കേഷൻ വരുന്നത് ഡൽഹി ആൻഡ് മുംബൈ ആണ്. ശമ്പളം ലഭിക്കുന്നത് 40,000 മുതൽ 1,40,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിസൈൻ ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെയാണ്. ബേസിക് പേ ലഭിക്കുന്നത് 40,000 രൂപയാണ്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എക്സാം വരുന്നില്ല. അടുത്ത പോസ്റ്റ് സ്റ്റേഷൻ മാനേജറാണ്. വേക്കൻസി 7. ജോലി വരുന്നത് എനിവെയർ ഇൻ ഇന്ത്യ ആണ്. ശമ്പളം ലഭിക്കുന്നത് 40,000 മുതൽ 1,40,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് ഓർ കൊമേഴ്ഷ്യൽ ഓർ ഫിനാൻസ് ഓർ ഏവിയേഷൻ മാനേജ്മെൻ്റ് ആണ്. കൂടാതെ 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെയാണ്. ബേസിക് പേ 40,000 രൂപയാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത്. എല്ലാ തസ്തികകളിലേക്കും ഇവിടെ പറയുന്ന പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. അടുത്ത പോസ്റ്റ് നെറ്റ്വർക്ക് ഓർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. 2 വേക്കൻസിയാണ്. ലൊക്കേഷൻ ഡൽഹി ഓർ മുംബൈ ആണ്. ശമ്പളം ലഭിക്കുന്നത് 40,000 മുതൽ 1,40,000 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഓർ PG ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ഇൻഫർമേഷൻ സിസ്റ്റം ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രിക്കൽസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ഡിസൈൻ ആൻഡ് ടെക്നോളജി ഓർ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഇക്വലൻറ്റ് അല്ലെങ്കിൽ MCA ആണ് വേണ്ടത്. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ HR ആൻഡ് അഡ്മിൻ ആണ്. വേക്കൻസി 3. ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA ഓർ PG ഡിഗ്രി അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ ഇൻ HR അല്ലെങ്കിൽ HRM അല്ലെങ്കിൽ HRD അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെങ്കിൽ MSW ആണ് വേണ്ടത്. കുറഞ്ഞത് 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെയാണ്. ശമ്പളം ലഭിക്കുന്നത് ബേസിക് പേ 40,000 രൂപയാണ്. അടുത്ത പോസ്റ്റ് ഇലക്ട്രീഷ്യനാണ്. വേക്കൻസി 1. ജോബ് ലൊക്കേഷൻ ഡൽഹി, നോയിഡ ആൻഡ് മുംബൈ ആണ്. ശമ്പളം ലഭിക്കുന്നത് 16,000 മുതൽ 78,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്. കൂടാതെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ആവശ്യമാണ്. കൂടാതെ 2 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് ജോയിൻറ്റ് ജനറൽ മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണ്. വേക്കൻസി 2. ലൊക്കേഷൻ വരുന്നത് ഡൽഹി ആൻഡ് മുംബൈ ആണ്. ശമ്പളം ലഭിക്കുന്നത് 90,000 മുതൽ 2,40,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് CA അല്ലെങ്കിൽ ICWA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ MBA ആണ്. കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 50 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് ഓഫീസർ മാർക്കറ്റിംഗ് ഓർ കൊമേഴ്ഷ്യൽ ആണ്. വേക്കൻസി 2. ലൊക്കേഷൻ വരുന്നത് ഡൽഹി ആൻഡ് മുംബൈ ആണ്. ശമ്പളം ലഭിക്കുന്നത് 40,000 മുതൽ 1,40,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA അല്ലെങ്കിൽ
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് ഓർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓർ ഏവിയേഷൻ മാനേജ്മെൻറ്റ് ഓർ ഫിനാൻസ് ആണ്. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 30ഓളം പോസ്റ്റുകളിലേക്കാണ് അവസരമുള്ളത്. ക്വാളിറ്റി മാനേജർ, എയർ സേഫ്റ്റി ഓഫീസർ, സ്റ്റേഷൻ മാസ്റ്റർ, അസോസിയേറ്റ് ഫ്ലൈറ്റ് എഞ്ചിനീയർ, സേഫ്റ്റി ഓഫീസർ, എഞ്ചിനീയർ എയർ കണ്ടീഷനിങ്, അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ, HR ആൻഡ് അഡ്മിൻ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, വിജിലൻസ്, അസോസിയേറ്റ് ഹെലികോപ്റ്റർ പൈലറ്റ്, അങ്ങനെ ഒരുപാട് വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുക്കണം. എന്നിട്ട് ആ പ്രിൻ്റ് നിങ്ങൾ സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒട്ടിച്ച് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം നിങ്ങൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ്. പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് ഹെഡ് HR, പവൻ ഹാൻഡ്സ് ലിമിറ്റഡ്, എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ്, കോർപ്പറേറ്റ് ഓഫീസ്, C14, സെക്ടർ 1, നോയിഡ 201301 UP. ഇതാണ് അഡ്രസ്സ്. ഈ അഡ്രസ്സിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം അയച്ചു കൊടുക്കേണ്ടത്. പോസ്റ്റോടെ കിട്ടേണ്ട അവസാന തീയതി April 6 ആണ്. അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 295 രൂപയാണ്. നിങ്ങൾ ഈ ഫീസ് അടച്ചിട്ട് ഈ ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റോടെ വെച്ച് വേണം അപേക്ഷ അയക്കാനായിട്ട്. ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ പ്രൂഫും കൂടെ നിങ്ങൾ പോസ്റ്റ് അയക്കുമ്പോൾ വെക്കേണ്ടതാണ്. നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. ഗൂഗിളിൽ നിങ്ങൾ pavanhands.co.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കരിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കരിയർ പേജ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഇവിടെ താഴെ നിങ്ങൾക്ക് ഓരോ വേക്കൻസിയും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് വേക്കൻസിയാണോ വേണ്ടത് അതിന് നേരെ വ്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓരോ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ കിട്ടുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ഓരോ പോസ്റ്റിന് നേരെയും അപ്ലൈ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അപ്ലൈ കൊടുത്താൽ മതി. അപ്ലൈ കൊടുത്ത് നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് വഴി ആപ്ലിക്കേഷൻ ഫോമും എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ പവൻ ഹാൻഡ്സ് ഹെലികോപ്റ്റർ കമ്പനിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒരുപാട് പോസ്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് എല്ലാം പറയാത്തത്. നിങ്ങൾക്ക് നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.